തിരുവനന്തപുരം ആക്കുളം ലുലു മോളിന് സമീപം ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തമുണ്ടായത്? രാവിലെ 11 മണിയോടെയാണ് ആനയിറക്കിയ സമീപമുള്ള ഈ ഫർണിച്ചർ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പിന്നിലെ ഗോഡൌണിലെ ഏറ്റവും പിന്നിലെ ജനറേറ്റർ റൂമിൽ നിന്ന് തീ പടർന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ പിൻവശത്ത് നിന്ന് മുൻവശം വരെയുള്ള ഗോഡൌണിനുള്ളിലെ ഫർണിച്ചറുകൾ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതടക്കമുള്ള ഫർണിച്ചർ ഉപകരണങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം മെത്തകളുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഗോഡൌൺ മുഴുവൻ അഗ്നിക്കിരയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ചാക്ക, അതോടൊപ്പം തിരുവനന്തപുരം, കഴക്കൂട്ടം യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തി. ഏതാണ്ട് 1 മണിക്കൂർ സമയം വലിയ പ്രയത്നം നടത്തിയാണ് തീ അണയ്ക്കാനായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പക്ഷേ ഇതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു സൂചന ഇതുവരെ ഇല്ല. ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. അതിനെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നതേയുള്ളൂ. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. ഈ സ്ഥാപനം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ശരി, തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.